ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ഒരു 17-കാരി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന അവളെ കഴിഞ്ഞ ദിവസം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നു. നെയ്യാർ ഡാം സ്വദേശിനി ആലിയ ഫാത്തിമയാണ് മരിച്ചത്. ആലിയുടെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. അവളെ ഒരു യുവാവ് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. കുടുംബത്തെ കൊല്ലുമെന്നവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ സഹോദരനെ മർദ്ദിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഫോൺ വഴിയും ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളിലൂടെയും ഇയാൾ ശല്യം ചെയ്തതിനെ തുടർന്നാണ് ആലിയ ആത്മഹത്യ ചെയ്തത്. മുൻപ് ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്നും വീട്ടുകാർ വിലക്കിയതോടെ പെൺകുട്ടി പിന്മാറുകയായിരുന്നുവെന്നുമാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നെയ്യാർ ഡാം പന്തയിലാണ് +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെക്കേ പന്തയിൽ ഷാജഹാൻ സബീന ദമ്പതികളുടെ മകൾ ആലിയ ഫാത്തിമയാണ് മരിച്ചത്. 17-കാരിയായ ആലിയ +2 വിദ്യാർത്ഥിനിയായിരുന്നു. പരീക്ഷയ്ക്ക് വീട്ടിൽ പഠനത്തിലായിരുന്ന കുട്ടി വീട്ടുകാർ കടയിലേക്ക് പോയ സമയത്ത് ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് വിവരം. വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഏകദേശം 2 മാസം മുൻപ് നെയ്യാർ ഡാം പരിസരത്ത് കൊണ്ണിയൂർ സ്വദേശിയായ വിദ്യാർത്ഥി ആലിയയുടെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സഹോദരനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. പോലീസിന് മുൻപിലും പ്രശ്നമെത്തിയിരുന്നു. ഏതാനും ദിവസങ്ങളായി ഇയാൾ കുട്ടിയെ ഫോണിൽ വിളിക്കുകയും ഇൻസ്റ്റാഗ്രാം വഴി ചില സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. ഇക്കാര്യം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. നേരത്തെ ഇരുവരും സൗഹൃദത്തിലായിരുന്നെങ്കിലും വീട്ടുകാർ വിലക്കിയതോടെ പെൺകുട്ടി പിന്മാറിയിരുന്നെന്നാണ് സൂചന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് മരണത്തിന് പിന്നിലെന്നാണ് ആരോപണം. സുഹൃത്തായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായ ശല്യമാണ് ഇതിന് കാരണമെന്നതാണ് വീട്ടുകാർ പറയുന്നത്. വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഇൻസ്റ്റാഗ്രാം വഴി കുട്ടിയെ ഏതോ തരത്തിൽ ശല്യപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അതിൽ നിന്നുണ്ടായ എന്തോ മാനസിക വിഷമം കൊണ്ടാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ നെയ്യാർ ഡാം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയുടെ ഫോണും വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.